മനുപ്രസാദ്, ഇപ്പോൾ കഴിഞ്ഞ മാസം രാജീവ് ചന്ദ്രശേഖരൻ പങ്കുവെച്ച ചിത്രം ഇന്നലെ ഈ ചർച്ചയിൽ തന്നെ എൻ സുബ്രഹ്മണ്യൻ ഇരിക്കുന്നു. അദ്ദേഹം പറയുന്നത് രാജീവ് ചന്ദ്രശേഖരൻ പങ്കുവെച്ച ചിത്രമാണ്. അപ്പോൾ ഇന്നലത്തെ ചർച്ചയിൽ ശ്യാമരാജ് ചോദിക്കുകയാണ്, നിങ്ങൾ കോൺഗ്രസ്സുകാരനാണോ ബി ജെ പിക്കാരനാണോ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും ഇല്ലേ എന്ന്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുക്കാത്തത് CJP ആയതുകൊണ്ടാണ്. അദ്ദേഹം പങ്കുവെച്ച അതേ ചിത്രം പങ്കുവെച്ചതിന്റെ പേരിലാണ് എൻ സുബ്രഹ്മണ്യത്തിന് ഇപ്പോൾ അറസ്റ്റ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. കേരളത്തിലെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യത്തിലും അന്തരീക്ഷത്തിലുമൊക്കെ ഇത്തരം നുണ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്, വസ്തുതാവിരുദ്ധമുള്ള കാര്യങ്ങൾ പടച്ചുവിടുക എന്നുള്ളതാണ് ഇരു കൂട്ടരും നന്നായി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. രാജീവ് ചന്ദ്രശേഖരയ്ക്ക് AI എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആരും പോയി പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഒരു ചിത്രം ഏതാണ് എന്ന് അത് കണ്ടാൽ തിരിച്ചറിയുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർജി. രാജീവ് ചന്ദ്രശേഖർ പുറത്തുവിട്ടത് ശരിയായ ചിത്രമാണ് എന്ന ബോധ്യം രാജീവ് ചന്ദ്രശേഖരനുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്ന് കേസ് എടുത്തു നോക്ക്, നമ്മളത് തെളിയിച്ചേക്കാം. പക്ഷേ പ്രശ്നം എന്താണ്, രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ടൊരു ചിത്രം പുറത്തുവിട്ടു. രാജീവ് ചന്ദ്രശേഖർജി പുറത്തുവിട്ട ചിത്രം കൃത്യതയുള്ളതാണ് എന്ന് സമൂഹം വിലയിരുത്തുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയോട് അടുപ്പപ്പെട്ട പോറ്റിയുണ്ട്, അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അമ്പലക്കള്ളൻ എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. അങ്ങനെ സമൂഹത്തിലെ ചർച്ച ഇരു കൂട്ടരും കാലാകാലങ്ങളായി കേരളത്തെ വഞ്ചിച്ച് അമ്പലക്കൊള്ള നടത്തുന്നത് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ നിന്നും ചർച്ച മാറ്റുന്നതിന് കൂടിയല്ലേ ഇത്തരത്തിലൊരു വ്യാജ നിർമ്മിതിയുടെ ഫോട്ടോയുടെ ആവശ്യം കൊണ്ടുവന്നത് എന്ന് ഞങ്ങൾക്ക് ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം എന്താണ്, ഒന്ന് സ്റ്റേഷനിൽ പോയി ജാമ്യം കിട്ടുന്ന ഒരു കേസെടുത്ത് ഇത്ര വലിയൊരു മാധ്യമ സൃഷ്ടിക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം, ഇന്നലെ വരെ അമ്പലക്കൊള്ളയായിരുന്നു ചർച്ചയെങ്കിൽ ഇന്ന് അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് ഡൈവേർട്ട് ചെയ്തത്? വ്യാജ നിർമ്മിതിയിലൂടെ ഫോട്ടോ നിർമ്മിച്ചെടുത്തു എന്നുള്ളതാണ്. എങ്ങനെയാണ് AI ഫോട്ടോ വ്യാജ നിർമ്മിതിയിലൂടെ നിർമ്മിക്കുമ്പോൾ മുഖ്യമന്ത്രി രക്ഷപ്പെടുന്നത്? കാരണം ശരിയായ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെടുന്ന വിഷ്വലുകൾ നിലവിലുണ്ട്. രാജീവ് ചന്ദ്രശേഖർജി പങ്കുവെച്ചത് ആ വിഷ്വലുകളിൽ നിന്നുള്ള ഫോട്ടോയാണ്. ആ ഫോട്ടോയ്ക്ക് ആധികാരികതയുണ്ട്. എന്നാൽ ആ ഫോട്ടോ വെച്ച് കേസെടുത്താലോ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിയിലാവും. ഇത് ഉള്ളതാണെന്ന് തെളിയും, അത് വെച്ചെടുക്കാൻ തയ്യാറല്ല. എന്നാൽ കോൺഗ്രസിൻ്റേതായിട്ടുള്ള സോണിയാഗാന്ധിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. അത് ചോദിക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറഞ്ഞത്, ഡൽഹിയുടെ വഴിയോരങ്ങളിലൂടെ നടന്നുപോയ ഒരാൾ അവിടെ നിന്നപ്പോൾ ഞാൻ പിടിച്ചുകൊണ്ട് സോണിയാഗാന്ധിയുടെ മുന്നിൽ നിർത്തി ഫോട്ടോ എടുത്തു കൊടുക്കാൻ അവസരമുണ്ടാക്കി എന്നുള്ളതാണ്. എത്ര ബാലിശമായ, ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത നുണകളാണ് കോൺഗ്രസ് പറഞ്ഞു വിട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് CPM-ൻ്റെ കാലഘട്ടത്തിൽ സ്വർണം കെട്ട ഒരാൾ എന്ന നിലയിൽ മാത്രമല്ല, കോൺഗ്രസ് ആണ് പോറ്റിയെ കയറ്റിയത്, CPM ആണ് പോറ്റിയെ നിലനിർത്തിയത്. അതാണ് പുറത്തു വരുന്ന വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്, കൃത്യമായിട്ടാണ് പറയുന്നത്. ഇരു മുന്നണികൾക്കും കൃത്യമായി ഈ സ്വർണ്ണക്കൊള്ളയിൽ, അമ്പലക്കൊള്ളയിൽ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇത്തരം ഗിമ്മിക്കുകൾ കാട്ടി കാലാകാലങ്ങളായി കേരളത്തിൻ്റെ മണ്ണിൽ ഉയർന്നു വരുന്ന വിഷയങ്ങൾ മറ്റു വിഷയങ്ങളിലേക്ക് മാറ്റി ശരിയായ വണ്ണം ജനങ്ങളിൽ എത്താതിരിക്കാനുള്ള പരിശ്രമങ്ങൾ ഇരു കൂട്ടരും നടത്താറുണ്ട്. അതിൻ്റെ ഒരു ഡ്രാമയാണിത് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ശരി, എനിക്കതൊരു ചോദ്യമുണ്ട്, ഞാൻ മനുവിലേക്ക് വരാം.